ഈ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം, അതായത് ബിഗ് ബോസ് സീസൺ 6 നിന്നും ഇറങ്ങിയതിന് ശേഷം ഏവരെയും ഞെട്ടിച്ച രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നത് ഒന്ന് ഗബ്രിയും ജാസ്മിനുമാണ്. അതായത് ഇവർ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ ഇതിനുള്ളിൽ നിന്നും നല്ല കട്ട നെഗറ്റീവായിട്ടാണ് പുറത്തിറങ്ങിയെന്ന് പറയുന്നത്. ഇവർ അതിനുള്ളിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം പിന്നെ ഒരിക്കലും ഇവർ തമ്മിൽ ഒരു റിലേഷനോ കാര്യങ്ങളോ ഫ്രണ്ട്ഷിപ്പോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല എന്ന് പ്രതീക്ഷിച്ചവരാണ് പലരും. കാരണം അത്രയ്ക്ക് കട്ട നെഗറ്റീവായിരുന്നു ഇവർക്ക് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത്. പുറത്ത് നല്ല രീതിയിലുള്ള ട്രോളുകൾ ഏറ്റുവാങ്ങിയ രണ്ട് വ്യക്തികളായിരുന്നു ഈ പറയുന്ന രീതിയിൽ. ഒന്ന് ജാസ്മിനും അതോടൊപ്പം തന്നെ ഗബ്രി എന്ന് പറയുന്ന ആൾ. ഇവർ അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയ ശേഷം പിന്നെ ആ ഒരു തരത്തിലുള്ള റിലേഷനോ ഫ്രണ്ട്ഷിപ്പോ ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യത്തില്ല, രണ്ടുപേരും രണ്ട് വഴിക്കാവും എന്നൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാം തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഇവർ രണ്ടുപേരും കട്ടയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക, ആ ഒരു തരത്തിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് റിലേഷനും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഇവർ മുന്നോട്ട് പോയത്. ഇവരുടെ പുതുതായിട്ട് വരുന്ന വീഡിയോസ് ആയാലും ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ആയാലും യൂട്യൂബ് വ്ളോഗ്സ് ആയാലും കാര്യങ്ങളൊക്കെ തന്നെ ആയാലും ആ ഒരു തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയായിരുന്നു. പക്ഷേ അപ്പോഴും പണ്ടും പറഞ്ഞൊരു കാര്യം തന്നെയാണ്, ഇത് അധികം നാളൊന്നും പോകത്തില്ല, ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് രണ്ട് വഴിക്കാവും എന്നൊക്കെ പറഞ്ഞ പലവരും ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഏവരെ ഞെട്ടിച്ചുകൊണ്ട് ഇവർ രണ്ടുപേര് രണ്ട് വഴിക്കാവുന്ന തരത്തിലൂടെ അവസാനം കാര്യങ്ങൾ സംഭവിക്കുകയായിരുന്നു. അതായത് ഇപ്പോൾ ജാസ്മിന് ഗബ്രിയും വേണ്ട, ഗബ്രിക്ക് ജാസ്മിനും വേണ്ടാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് എന്നാണ് തോന്നുന്നത് മക്കളെ. എന്ന് വെച്ചാൽ അവർ ആ ഒരു തരത്തിലോട്ടാണ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആർക്കും തന്നെ ഒരു പിടിയും കിട്ടുന്നില്ല ഇവർ തമ്മിലുള്ള ഒരു റിയൽ ഇഷ്യൂ എന്താണ്, അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്താണ് എന്നുള്ളത് ഇവർ ഇതുവരെയായിട്ട് ഓപ്പൺ ആയിട്ട് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവർ ചെയ്യുന്ന ചില പരിപാടികൾ എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ ഗബ്രി ആയാലും ഒക്കെ തന്നെ ജാസ്മിൻ്റെ വീഡിയോസും ഫോട്ടോസും എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളും എല്ലാം എടുത്ത് കളഞ്ഞു ജാസ്മിനൊത്തുള്ള. അതോടൊപ്പം തന്നെ ജാസ്മിൻ അൺഫോളോ ചെയ്തു. ആ ഒരു സംഭവവികാസങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇവർക്കിടയിൽ ഇപ്പോഴും എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന മാതിരിയാണ് ചില സംഭവ വികാസങ്ങളൊക്കെ തന്നെ. അതായത് ജാസ്മിൻ ഈ പറയുന്ന രീതിയിൽ ചില സ്റ്റോറീസും കാര്യങ്ങളൊക്കെ തന്നെ ജാസ്മിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഇടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗബ്രിയും ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ ഇടുന്നുണ്ട്. അതിൽ ചിലത് കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇവർ തമ്മിൽ എന്തോ ലിങ്ക് ആവുന്ന തരത്തിലോട്ടുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവർ രണ്ടുപേരും ഇങ്ങനെ മാറ്റി മറിച്ച് വിടുന്ന ചില സ്റ്റോറീസ് കാണുമ്പോഴത്തേക്കും നമുക്ക് തോന്നുന്ന കാര്യം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ജാസ്മിൻ ഇട്ട ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. ആ സ്റ്റോറി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മരണവുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയാണ് ജാസ്മിൻ ഇട്ടതെന്ന് പറയുന്നത് തന്നെ. അതായത് death is not the greatest loss in life. The greatest loss is what dies inside while we are still alive എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് സ്റ്റോറിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, കൂട്ടിനുള്ളിൽ അകപ്പെട്ട ഒരു മനുഷ്യൻ, പുറത്ത് നിൽക്കുന്ന ഒരു കഴുകൻ, ആ ഒരു തരത്തിലായിരുന്നു ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. ജാസ്മിൻ എന്തുദ്ദേശത്തിലാണ് ഈ ഒരു പോസ്റ്റ് സ്റ്റോറിയാക്കി ഇട്ടതെന്ന് മനസ്സിലാവുന്നില്ല. അതായത് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം മരണമല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉള്ളിൽ മരിക്കുന്നതാണ് ഏറ്റവും വലിയ നഷ്ടം എന്നുള്ള തരത്തിലായിരുന്നു അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതിൻ്റെ ഒരു മലയാള വ്യാഖ്യാനം. എന്തോ ചില പ്രശ്നങ്ങൾ ജാസ്മിനെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ. അതോടൊപ്പം തന്നെ ഇതിന് പുറമെ ഗബ്രിയും കുറേയധികം പിടിതരാത്ത വണ്ണമുള്ള സ്റ്റോറീസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഇവര് ഇങ്ങനെ മാറ്റിയും തിരിച്ചും ഒക്കെ തന്നെ എന്താ പറയുക, ഒറ്റപ്പെടുന്നു അല്ലെങ്കിൽ വല്ലാത്ത മാനസികാവസ്ഥയിലാണ് എന്നൊക്കെ തോന്നിപ്പിക്കുന്ന വണ്ണമുള്ള ചില പോസ്റ്റുകളൊക്കെ തന്നെ ഇവരുടെ സ്റ്റോറി നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ ജാസ്മിൻ തന്നെ ഇടയ്ക്ക് വെച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ തന്നെ ജാസ്മിൻ വളരെ വ്യക്തമായിട്ട് പറയുന്ന ചില കാര്യങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് താൻ ഇപ്പോൾ പോകുന്ന സിറ്റുവേഷൻ പല കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുവാണ്, റിക്കവറായി വരാനുണ്ട്, ഹെൽത്ത് ഇഷ്യൂസും അതോടൊപ്പം തന്നെ ചില പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ള തരത്തിലൊക്കെ തന്നെ ജാസ്മിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ജാസ്മിൻ ഇപ്പോൾ പഴയ പോലെ ഒന്നല്ല, നല്ല രീതിക്ക് പുള്ളിക്കാരി ഇപ്പോൾ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും തന്നെ നേരെ ജോയി ചെയ്യുന്നില്ല. പ്രൊമോഷൻ ചില വീഡിയോസ് മാത്രമൊക്കെ തന്നെ വരുന്നുള്ളൂ. ഗബ്രിയായിട്ടൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് മോഡിൽ ഒരുപാട് വ്ളോഗ്സും കാര്യങ്ങളൊക്കെ തന്നെ കുറേയധികം സ്ഥലങ്ങളിലൊക്കെ പോയി ചെയ്തുകൊണ്ടിരുന്ന രണ്ട് വ്യക്തികളായിരുന്നു ഗബ്രി ആയാലും ജാസ്മിൻ ആയാലും. ഇപ്പോൾ ഈച്ച അടിച്ചിരിക്കുന്ന മാതിരിയാണ് രണ്ടുപേരുടെയും അക്കൗണ്ട് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവുന്ന രണ്ടുപേരുടെയും അവസ്ഥ എന്ന് പറയുന്നത്. കാരണം രണ്ടുപേരും പ്രത്യേകിച്ച് കോൺടാക്ട് ഒന്നും തന്നെ ചെയ്യുന്നില്ല, പുതുതായിട്ടൊന്നും തന്നെ ചെയ്യുന്നില്ല, എന്തോ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന കണക്കുള്ള ഒരു സിറ്റുവേഷനാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്നുകിൽ ഇവർ നാട്ടുകാരെ പറ്റിക്കുകയാണ്, അതല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ നല്ല രീതിയിലുള്ള എന്തോ ഇഷ്യൂസ് കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. പക്ഷെ അത് ഇതുപോലെ ഇങ്ങനെ വലിച്ചഴിച്ചുകൊണ്ട് രണ്ടുപേർക്കും അത് പരസ്പരം പറഞ്ഞ് തീർക്കണം, അല്ലെങ്കിൽ രണ്ടുപേർക്കും സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്ത് സോൾവ് ആക്കി രണ്ടുപേരും പഴയ പോലെ ആവാൻ നോക്കുക. ഇനി അത് ഒട്ടും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ്, ആ ഒരു തരത്തിലേ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയാണെങ്കിൽ അതിൽ നിന്ന് റിക്കവറായി കുറച്ച് ടൈം എടുത്തിട്ടായാലും അതെല്ലാം മതിയാക്കി മുന്നോട്ട് പോകാൻ നോക്കുക. കാരണം നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ എന്താണെന്നുള്ളത് സത്യസന്ധമായി പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞു തീർക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അത് പറഞ്ഞു തീർക്കാതെ ഈ സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള ഓരോ സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ ഇടുമ്പോഴത്തേക്കും അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാം. ഇനി അതാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല.
എന്തായാലും എന്താ പറയാല്ലേ, ഇത്രയ്ക്കുള്ള ഓരോരുത്തരുടെ അവസ്ഥ എന്ന് പറയുന്നത്. കാരണം ഒരു കൂട്ടുകെട്ടിലിരുന്ന രണ്ട് വ്യക്തികൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അടിച്ച് പിരിഞ്ഞ് ഒരു തരത്തിലുമുള്ള ഒരു റിലേഷനും ഇല്ലാത്ത തരത്തിലോട്ട് രണ്ട് തട്ടിലോട്ടാവുന്നു. ഭയങ്കര കട്ടയ്ക്ക് ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്ന രണ്ടുപേര് അവസാനം ശോക അവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറുന്നു. എന്തായാലും നോക്കാടെ ഇതിന്റെ ഒരു പര്യവസാനം ഏത് തരത്തിലോട്ടായിരിക്കും. ഗബ്രിയും ജാസ്മിനും വീണ്ടും ഒന്നിക്കുമോ, അതല്ല ഇവർ രണ്ടുപേരും അത്രയ്ക്കും കട്ടയ്ക്ക് ഉറപ്പിച്ചിട്ടാണോ മുന്നോട്ട് പോകുന്നത്, ഇനി ഒരിക്കലും ഒന്നിക്കത്തില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണോ ഇനി മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് വരും ദിവസത്തിൽ നോക്കാട്ടെ. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, നിങ്ങൾ ആ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പൊക്കോടെ.